ഇത്രയും കാലം വഴി കൂടെ പോണവർ വരെ എൻ്റെ തലക്കിട്ട് കൂട്ടിയിട്ട് പോവായിരുന്നു. ആദ്യമായിട്ട് അനീഷേട്ടാ ഞാനൊരാൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണത്. ആദ്യം ഞാൻ എന്നെ തല്ലിയൻ്റെ ദേഷ്യത്തിൽ അവന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഹാക്ക് ചെയ്തതാണ്. പിന്നെ അവന്മാർ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ എനിക്ക് വാശിയായി. ഓരോ തവണ ഹാക്ക് ചെയ്യുമ്പോഴും കോൺഫിഡൻസ് കൂടുന്നു. കോൺഫിഡൻസ് കോപ്പ്. ഞാൻ പറഞ്ഞല്ല അവർ വീട്ടിലേക്ക് ട്രാക്ക് ചെയ്ത് വരുന്നു. കഴിഞ്ഞ ദിവസേ 3 പിടികയിൽ സൈബർ പോലീസ് ഒരു തന്നെ പൊക്കി. സീരിയൽ നടിയുടെ പോസ്റ്റ്മെന്റിൽ തെറിക്കമെന്റ് എഴുതിയതിന്. അവളതിന് ട്രാക്ക് ചെയ്തൊന്നും വന്നതൊന്നുമല്ല, അവൾ ഊഹിച്ചെന്തോ എത്തിയാണ്. എങ്ങനെ വന്നാലും വിഷ്ണു, ഈ പരിപാടി നീ ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ലെങ്കിലേ നമ്മൾ രണ്ടുപേരും ജയിലാവും. ഞാൻ നിർത്തിയനീ ചേട്ടാ, നീ ഹാക്കിങ്ങും പരിപാടിയൊന്നും ഇല്ല. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മനെ അനിയത്തിനൊക്കെ പരിചയപ്പെടുത്തി എൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ വന്നാണെങ്കിൽ ഇങ്ങനെ ഡൈ സെൻറ്റിമെൻസിൻ്റെ പുറത്ത് നീ അവളൊന്നും വിളിക്കാൻ നിൽക്കല്ലേട്ടാ. ഇനി വിളിച്ചാൽ തന്നെ നമ്മളാണ്, അല്ല നീയാണിത് ഹാക്ക് ചെയ്തെന്ന് പറയല്ലേട്ടാ. എങ്ങനെ വിളിക്കാനാണ്? കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടേക്കല്ലേ. തനിക്ക് ഓട്ടമൊന്നുമില്ലേ? വെറുതെ അല്ല തൻ്റെ വീട്ടിൽ അടുപ്പ് പോയാത്തത്. അത് ശരി, രാവിലെ തന്നെ 2 മണി കയറി ഓട്ടോയിൽ കിടക്കും. പിന്നെ എങ്ങനെ ഓട്ടം കിട്ടാനാണ്? അടുപ്പ് പോകുകയുള്ളെന്നാ. എനിക്ക് ഇപ്പോൾ ഒരു ഓട്ടം ഉണ്ട്. ഇറങ്ങിക്കേ സാർമാരാണ്, ഇറങ്ങിക്കേ. കാതല നീയല്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ തന്നെ ചെയ്തേക്കണേന്ന്. പിന്നെ ഞാൻ പറയാതിരുന്നത് ഇനിയിപ്പോൾ ഇൻ കേസ് അവൻ അല്ലെങ്കിൽ ഒന്നാമത് എന്നൊരു ഹാർട്ട് ബ്രേക്കിലാണ്. അതിൻ്റെ കൂടെ ഇങ്ങനൊരു അക്യൂസേഷൻ കൂടെ വേണ്ടെന്ന് വെച്ചിട്ടാ. എനിക്ക് തോന്നുന്നില്ല അവനെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നു. താൻ തൻ്റെ റിലേഷൻഷിപ്പൊക്കെ കൂട്ടി വയ്ക്കുമ്പോൾ അങ്ങനെ തോന്നണതാ. പുറത്താരോടെങ്കിലൊക്കെ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പോണില്ലേ? മാത്യു ഇത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അയ്യോ, ശില്പ വിശ്വാസമില്ലെന്നല്ല, തെളിവില്ലാതെ ഒരാളെ കള്ളനാക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ പിന്നെ ചെയർമാനോടൊന്നും സംസാരിച്ച് നോക്കായിരുന്നില്ലേ? അപ്പച്ചൻ്റെ സ്വഭാവം അറിയാലോ മാത്യുവിന്, ഒറ്റബുദ്ധിയാണ്. എന്തൊക്കെയാ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കഷ്ടപ്പാടൊക്കെയുള്ള ഫാമിലിയാണ് അവൻ്റെ. എനിക്കൊരു സംശയം തോന്നി, ഞാനത് മാത്യുവിനോട് പറഞ്ഞു. മാത്യുവിനിപ്പോൾ ആരോടും പറയാനൊന്നും പോണ്ട. ശില്പയ്ക്ക് അവനോടൊരു സോഫ്റ്റ് കോർണറുള്ള പോലെ. അങ്ങനൊന്നുമില്ല. ഞാൻ തന്നെയാണ് ആ കേസ് വിട്ടത്. കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ വേറെ തന്നെ ടൈപ്പാണ്. പിന്നെ അപ്പച്ചൻ എന്തൊക്കെ ചെയ്താലും സമ്മതിക്കാൻ പോകുന്നില്ല. വീട്ടിലടി ഉണ്ടായി കല്യാണം കഴിക്കാനും എനിക്ക് വയ്യ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിലടി ഉണ്ടാക്കാതെ നമുക്ക് കല്യാണം കഴിച്ചാലോ? അല്ല, ഞാൻ കുറേ കാലമായി പറയണമെന്ന് വിചാരിച്ചാണ്. ഞാൻ പോട്ടെ. മാത്യു പറഞ്ഞത് സീരിയസ് ആയിട്ടാണെങ്കിൽ അപ്പച്ചനോട് സംസാരിച്ചാൽ മതി. ഒരു മിനിറ്റ്. ഹലോ ബ്രദർ, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനെങ്ങനെ വിളിക്കണേ? നോക്കാം. ഈ ആവശ്യമില്ലാത്ത ബ്രാഞ്ചുകൾ മെർജ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ പുത്തമ്പേടി ഗാന്ധിക്കാട് അടുത്ത സ്ഥലങ്ങളാണ്, അത് രണ്ടും മെർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗുരുവായൂർ ചാവക്കാട് അടുത്തടുത്ത സ്ഥലങ്ങളാണ്, അത് രണ്ടും മെർജ് ചെയ്യാം. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ റോയൽ പെരിയാടിൻ്റെ 100 ബ്രാഞ്ചുകൾ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സങ്കല്പം. ഇപ്പം മാത്യു പറയുന്നതിൽ കാര്യമുണ്ട്. ബാബാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇരിക്കേ സർ, നമുക്ക് ഹാക്കിംഗ് ത്രെട്ട് ഉള്ളതുകൊണ്ടേ നമ്മുടെ സെർവർ സെക്യൂരിറ്റി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രപ്പോസലായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെ ചിലവാക്കിയ പൈസയൊന്നും പോരാന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനിയും ചിലവാക്കണമെന്ന്. എന്നിട്ട് നാളെ രാവിലെ മുതൽവൻ വന്നിട്ട് പഴം പോലെ ഹാക്ക് ചെയ്തിട്ട് പോകാനല്ലേ? മുതൽവനല്ല സർ, കാതലൻ. കാതലനായാലും ജെന്റിൽമാൻ ആയാലും ആരായാലും അവനിനി വരാനൊന്നും പോകുന്നില്ല. സിമി എന്ന് മെസ്സേജ് ചെയ്ത പിന്നെ അവന് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആരാന്ന്.
എനിക്കറിയാം എൻ്റെ ശത്രുക്കളുടെ സൈക്കോളജി. സാർ അവനിപ്പോൾ കുറച്ച് നാളായിട്ട് സിസ്റ്റത്തിൽ കയറാത്തതുകൊണ്ടാണ് നമുക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അവൻ പേടിച്ചിരിക്കുവാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. എന്തായാലും നമ്മളൊന്നും സെക്യൂർഡ് ആയിട്ടിരുന്നില്ലെങ്കിൽ കൂടുതൽ ഡാമേജ് നമുക്കായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ക്ലൗഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ? ആ അങ്ങനെയാണെങ്കിൽ ഈ സെർവർ നമുക്ക് DR ആയിട്ട് എന്ത് വേണേലും ചെയ്യാം. ക്ലൗഡിലേക്കോ ചന്ദ്രനിലേക്കോ എങ്ങോട്ട് വേണേലും ഷിഫ്റ്റ് ചെയ്യാം. പക്ഷെ അന്ന് സിമി എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. നമുക്ക് അവന് ട്രേസ് ചെയ്യാൻ പറ്റാത്ത എന്താണ്? തെളിവോടുകൂടി പൊക്കണം. ഞാൻ നമ്മുടെ സെർവറിൽ പുതിയൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. SIM എന്ന് പറയും. ഇനി ഒരു തവണ കൂടി അവൻ ഹാക്ക് ചെയ്ത് നമ്മുടെ സെർവറിൽ കയറുകയാണെങ്കിൽ എന്തായാലും അവൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അവൻ വീണ്ടും ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവനെ കൊണ്ട് വീണ്ടും ചെയ്യിക്കാൻ ഞാനും ശ്രമിച്ചാലോ? അതെങ്ങനെ? അത് ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് പറയാം. ചിലപ്പോൾ എൻ്റെ മനസ്സിലെ പ്ലാൻ നടന്നില്ലെങ്കിലോ? നിങ്ങളെന്തായാലും അലേർട്ടായിട്ടിരുന്നോ? ഈ സ്പിരിറ്റാണ് ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അവനാരാന്ന് നമ്മളും നമ്മളാരാന്ന് അവനും അറിയും. റോയൽ പിരിയാണെ തൊടാൻ തോന്നിയ ചീത്ത സമയം അവൻ എണ്ണിപ്പെറുക്കി കരയും. പക്ഷെ അവൻ ആരാന്നറിയാതെ മാത്യു എന്താ ചെയ്യാൻ പോകുന്നത്? ചായ പറയട്ടെ? വേണ്ട, ഞാൻ വരുന്ന വഴി സ്റ്റാൻഡിൽ നിന്ന് കുടിച്ചിട്ടാവുന്നു. ഇത് നിന്റെ അപ്പനാണോ? അല്ല, ഷെയറാ. ഞാൻ പറയാനുള്ള ഒരു ഉണ്ടെങ്കിൽ പുള്ളിയും പിന്നെ വേറെ ഒന്ന് രണ്ടുപേരും ഉണ്ട്. എന്തേ ചോദിച്ചേ? അല്ല, ഇനി ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്ന് നീ വീട്ടിൽ വന്നു പോയ പിന്നെ അച്ഛൻ എൻ്റെ കമ്പ്യൂട്ടർ കയറിന് പൊട്ടിച്ച്. എടാ, ഞാനൊന്ന് കുറച്ച് ഇമ്പൾസീവായിപ്പോയി. പിന്നെ സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിപ്പിച്ചത്? അല്ല, പിന്നെ എൻ്റെ കല്യാണമാണ്. കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരീഡ് ലൈഫ്. യു ഡോണ്ട് ഹാവ് ടു ഡു ദിസ്. എന്തെങ്കിലും ഇത് പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചാ. ആരാണ് ആളാരാണ്? ഞാനാണ് ആള്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാത്യു, പ്ലീസ്. ശില്പ, ഒരു മിനിറ്റ്. അന്ന് തന്നെ ഇൻസ്റ്റയിൽ തെളിവിച്ച് നീയാണല്ലേ? അപ്പോഴേ ഞാൻ ആലോചിച്ചാൽ നിന്നെ നേർക്കൊരൊന്ന് കാണണമെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ പൊളിക്കാതെ നീ ഞങ്ങളുടെ കമ്പനി ഹാക്ക് ചെയ്യൂലേ? മാത്യു, ഞാനതൊരു സംശയം പറഞ്ഞതാണ്. അന്ന് ചെയർമാൻ നിന്നെ ഓഫീസിൽ നിന്ന് തല്ലിറക്കി വിട്ടില്ലേ? അതുപോലെ ഇപ്പോൾ ഇവിടെ തല്ലിറക്കി വിട്ടാലും എന്നോടൊരു പട്ടിയും ചോദിക്കില്ലേ? മനസ്സിലായോ? നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഞാൻ കെട്ടാൻ പോവാണ്. റോയൽ പീരിയഡ് കമ്പനി എൻ്റെ കൂടെയാണ്. നീ ഓണാണെങ്കിൽ ഒന്നുകൂടെ ഹാക്ക് ചെയ്ത് കാണിക്കറ. പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നല്ലേ ശില്പ? ശരി. മാത്യു കാണിച്ച ഭയങ്കര മോശമായി പോയിട്ടാ. മാത്യു എന്തിനാ എന്നെ ഫോളോ ചെയ്തത്? ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്ന വിചാരിച്ചു വെച്ചേക്കണേ. നിനക്കല്ലേ സംശയം അവനാണ് കാതലെന്ന്? അത് ഉറപ്പിക്കണ്ടേ? ഇനിയോ ഹാക്ക് ചെയ്യേ എന്തുകൊണ്ടും ചെയ്യട്ടെ. ബാക്കി ഞാൻ നോക്കിക്കോളാം.